ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 റിലീസ് ആയിട്ടുള്ള മാർഗൻ എന്ന തമിഴ് മൂവിയാണ്. ഇരകളെ വിഷം കുത്തിവെച്ച് ദേഹം മുഴുവൻ കറുപ്പ് നിറമാക്കി കൊല്ലുന്ന ഒരു കില്ലർ. ഒരിക്കൽ ആ കില്ലറിന്റെ കയ്യിൽ അകപ്പെട്ട നായകന് ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പകുതി ഭാഗവും കറുപ്പ് നിറമായിട്ട് മാറുന്നു. പിന്നീട് നായകന് ആ കില്ലറിനെ കണ്ടെത്താൻ സാധിക്കുമോ? മാത്രമല്ല, എന്തിനായിരുന്നു ആ കില്ലർ ഇരകളെ കൊല്ലാൻ ഈ വ്യത്യസ്ത രീതി തിരഞ്ഞെടുത്തത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാൻ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ നായകനായ ധ്രുവൻ ടീമും വെണ്ണില എന്നൊരു പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് പോലെയാവും ആ കില്ലറും ഇപ്പൊ വെണ്ണിലെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു മിസ്റ്റേക്കും ഉണ്ടാവാൻ പാടില്ലെന്ന് ധ്രുവ തന്റെ ടീംമേറ്റ്സിനോട് പറയുന്നു. അതിനുശേഷം നമ്മളെ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. രമ്യ എന്നൊരു പെണ്ണിനെ അവളുടെ ബോയ് ഫ്രണ്ട് കാർത്തിക് വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്യുന്നത് കാണിക്കുന്നു. ഇന്നത്തെ തന്റെ ബർത്ത്ഡേ പാർട്ടി വളരെ സ്പെഷ്യൽ ആക്കിയതിനും ഒപ്പം ഗിഫ്റ്റ് തന്ന മാലയ്ക്കും രമ്യ കാർത്തിക്കിന് നന്ദി പറയുന്നു. ശേഷം രമ്യ അവളുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ കാർത്തിക്കും അവിടെ നിന്ന് പോകുന്നു. മുന്നോട്ട് നടക്കുന്ന രമ്യ വഴിയിലുള്ള ഒരു റെഡ് ലൈറ്റ് ഡോട്ടിൽ എത്തിയതും മാസ്ക് ഇട്ട ഒരാൾ അവളെ ആക്രമിക്കുന്നു. രമ്യയുടെ കഴുത്തിന് പിറകിലായി അയാൾ എന്തോ ഇഞ്ചക്ട് ചെയ്തതും രമ്യ പിടഞ്ഞ നിലത്തേക്ക് വീഴുന്നു. അല്പസമയത്തിനുള്ളിൽ രമ്യയുടെ ദേഹം മുഴുവൻ കറുപ്പ് നിറവാകുകയും അവൾ മരണപ്പെടുകയും ചെയ്യുന്നു. ശേഷം കില്ലർ ആ ബോഡി എടുത്ത് കാറിന്റെ ഡിക്കിയിലിടുന്നു. അപ്പോഴാണ് പിടിവലിക്കിടെ രമ്യയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല അടുത്തുള്ള പുല്ലിലേക്ക് തെറിച്ചു വീണ കാര്യം കില്ലറിന് ഓർമ്മ വരുന്നത്. ഇതേ സമയം തന്നെ കില്ലറിന്റെ അതേ ഡ്രസ്സ് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ആ വഴിയെ വരുന്നത് കാണിക്കുന്നു. കൃത്യ രമ്യ കൊല്ലപ്പെട്ട സ്ഥലം എത്തുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനായി അവൻ ഓട്ടം നിർത്തുന്നു. ഈ സമയം അടുത്തുള്ള മഴവെള്ളക്കെട്ടിലേക്ക് ആ ചെറുപ്പക്കാരൻ നോക്കുന്നതും പെട്ടെന്നൊരു മൂങ്ങ അവന്റെ നേർക്ക് പറന്നു വരുന്നതും കാണിച്ച് സീൻ കട്ടാവുന്നു. പിറ്റേ ദിവസം രാവിലെ റോഡ് ക്ലീനിങ്ങിന് വരുന്ന ആളുകളാണ് കുപ്പയിൽ കിടക്കുന്ന രമ്യയുടെ ബോഡി കാണുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള കൊലപാതകമായതുകൊണ്ട് രമ്യയുടെ ന്യൂസ് വളരെ വേഗം സ്പ്രെഡ് ആവുന്നു. മുംബൈയിലുള്ള ധ്രുവനും അവന്റെ ഒരു ഫ്രണ്ട് രമ്യയുടെ ന്യൂസ് അയച്ചു കൊടുക്കുന്നു. രമ്യയുടെ ബോഡി കണ്ടതും ധ്രുവിന്റെ ഉള്ളിൽ പഴയ ഓർമ്മകൾ തിരിച്ചെത്തുന്നു. വർഷങ്ങൾക്ക് മുമ്പ് രമ്യയുടെ അതേ അവസ്ഥയിൽ കണ്ടെത്തിയ സ്വന്തം മകളുടെ ശവശരീരം ധ്രുവന് ഓർമ്മ വരുന്നു. ശേഷം തന്റെ മകളുടെ കേസ് ഫയലും ഒപ്പം രമ്യയുടെ കൊലപാതകത്തിന്റെ ന്യൂസ് കട്ടിങ്ങും കൊണ്ട് ധ്രുവ് മുംബൈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. രണ്ടും സെയിം രീതിയിലുള്ള മർഡർ ആണെന്നും അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാനായി തന്നെ ചെന്നൈയിലേക്ക് അയക്കണമെന്നും ധ്രുവ് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ധ്രുവ് നേരത്തെ കൊടുത്ത റെസിഗ്നേഷൻ അപ്രൂവ് ആയതുകൊണ്ടും ധ്രുവിന്റെ ഇടത് കൈക്ക് സ്വാധീനം ഇല്ലാത്തതുകൊണ്ടും അതിന് സാധിക്കില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അവനോട് പറയുന്നു. അങ്ങനെയെങ്കിൽ അൺഒഫീഷ്യലായി താൻ ഈ കേസ് അന്വേഷിച്ചോളാമെന്ന് പറഞ്ഞ് ധ്രുവ് അവിടെ നിന്ന് പോകുന്നു. ചെന്നൈയിലെത്തിയ ധ്രുവ് നേരെ കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. 9 വർഷം മുന്നെയാണ് ധ്രുവ് ചെന്നൈയിൽ നിന്ന് ട്രാൻസ്ഫറായി മുംബൈയിലേക്ക് പോയത്. മുൻ സഹപ്രവർത്തകനും മുംബൈ സീനിയർ ADGP കൂടിയായ ധ്രുവിനെ കമ്മീഷണർ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മാത്രമല്ല, ധ്രുവിന് സമ്മതമാണെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാമെന്നും കമ്മീഷണർ അവനോട് പറയുന്നു. പക്ഷെ അതൊന്നും വേണ്ടെന്ന് ധ്രുവ് മറുപടി പറയുന്നു. ശേഷം നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കേസ് ഫയൽ ധ്രുവിന് കൊടുക്കാൻ കമ്മീഷണർ ആവശ്യപ്പെടുന്നു. ഒപ്പം ധ്രുവിനെ അസിസ്റ്റ് ചെയ്യാൻ ഇൻസ്പെക്ടർ ശ്രുതിയെയും ചുമതലപ്പെടുത്തുന്നു. പിറ്റേ ദിവസം തന്നെ ധ്രുവ് ശ്രുതിയെയും കോൺസ്റ്റബിൾ കാളയെയും കൂട്ടി രമ്യയുടെ ബോഡി കണ്ടെത്തിയ സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെ അടുത്തങ്ങ് CCTV ഇല്ലാത്തതിനാൽ കൂടുതലൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ശേഷം രമ്യ കൊല്ലപ്പെട്ട ദിവസത്തെ അവളുടെ FB പോസ്റ്റ് ശ്രുതി ധ്രുവിന് കാണിച്ചു കൊടുക്കുന്നു. അന്ന് രാത്രി 8:30 കാർത്തികിനും ഫ്രണ്ട്സിനും ഒപ്പം ബർത്ത്ഡേ ആഘോഷിച്ച ഫോട്ടോസ് രമ്യ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം രാത്രി 2:30 രമ്യയുടെ ബോഡി കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ഫോട്ടോയും അവളുടെ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പോസ്റ്റിന് മൈ ബെസ്റ്റ് ബർത്ത്ഡേ എവർ എന്നും രണ്ടാമത്തതിന് മൈ വേഴ്സ്റ്റ് ബർത്ത്ഡേ എവർ എന്നും ആയിരുന്നു ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. ശേഷം ധ്രുവും ശ്രുതിയും കൂടെ രമ്യയുടെ ബോയ് ഫ്രണ്ട് കാർത്തികിന്റെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. കാർത്തിക് ആകട്ടെ അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അന്നത്തെ ദിവസം ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് 10:30 രമ്യ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്തതെന്ന് കാർത്തിക് ധ്രുവിനോട് പറയുന്നു. ശേഷം ധ്രുവ് ആവശ്യപ്പെട്ടതനുസരിച്ച് രമ്യയുടെ ബർത്ത്ഡേ ഫോട്ടോസും കാർത്തിക് അവന് കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോസ് പരിശോധിക്കുമ്പോഴാണ് രമ്യയുടെ കഴുത്തിലെ ഡോളർ ചെയിൻ ധ്രുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് രമ്യയുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഈ മാല ഉണ്ടായിരുന്നോ എന്ന് ധ്രുവ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ശ്രുതി മറുപടി പറയുന്നു. കൂടാതെ ആ മാല രമ്യയ്ക്ക് ഗിഫ്റ്റ് ചെയ്തത് കാർത്തിക് ആണെന്നും ധ്രുവിന് മനസ്സിലാവുന്നു. ശേഷം ധ്രുവും ശ്രുതിയും കൂടെ രമ്യയുടെ വീടിനടുത്തുള്ള CCTV ഫുട്ടേജ് പരിശോധിക്കുന്നു. കാർത്തിക് ഡ്രോപ്പ് ചെയ്ത ശേഷം രമ്യ വീടിനടുത്തേക്ക് നടക്കുന്നതായിരുന്നു ആ ഫുട്ടേജിൽ ഉണ്ടായിരുന്നത്. കൂടാതെ രമ്യ വരുന്നതിന് 20 മിനിറ്റ് മുന്നേ ആ ഏരിയയിലേക്ക് ഒരു ബ്ലാക്ക് കളർ കാർ എൻ്റർ ആയിട്ടുണ്ടെന്നും പക്ഷെ അത് തിരിച്ചു പോയിട്ടില്ലെന്നും അവർക്ക് മനസ്സിലാകുന്നു. മാത്രമല്ല, ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഫേക്ക് ആണെന്നും കൂടാതെ അതൊരു ഓൾട്ടർ ചെയ്ത വണ്ടിയാണെന്നും ധ്രുവ് കണ്ടെത്തുന്നു. വീണ്ടും ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോഴാണ് മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് രാത്രി ബ്ലാക്ക് ഹുഡി ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ജോഗിങ്ങിന് പോകുന്ന കാഴ്ചയായിരുന്നു അത്. പക്ഷെ ഹുഡി ക്യാപ്പ് ഇട്ടിരുന്നതുകൊണ്ട് അവന്റെ മുഖം കാണാൻ കഴിയുന്നില്ല.
രമ്യയുടെ വീടിനടുത്തുള്ള ഒരു അക്വേറിയം വിൽപ്പനക്കാരന്റെ വീട്ടിലെ ഫൂട്ടേജ് കൂടി കിട്ടിയ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പക്ഷെ അതിന്റെ ഉടമയ്ക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് സഹായത്തിന് നിൽക്കുന്ന പയ്യൻ വരുമ്പോ ഫൂട്ടേജ് എടുത്തു തരാമെന്ന് അയാൾ കാളയോട് പറയുന്നു. ശേഷം രമ്യയുടെ വീടിനടുത്ത് അന്വേഷണം നടത്തുമ്പോഴാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൽ രമ്യയുടെ മാലയിലെ ഡോളർ ഡിസൈൻ വരച്ചിട്ടിരിക്കുന്നത് കാണുന്നത്. പൊടി പിടിച്ചു കിടക്കുന്ന ആ കാറിൽ നിന്നും കിട്ടാവുന്ന ഫിംഗർ പ്രിന്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ ധ്രുവ ശ്രുതിയോട് പറയുന്നു. ഇതേ സമയം തന്നെ ധ്രുവ കാർത്തികിനെ വിളിച്ച് രമ്യയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത മാല എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ചോദിക്കുന്നു. അത് താനൊരു ഫ്രണ്ടിനെ കൊണ്ട് US നിന്ന് വാങ്ങിയതാണെന്ന് കാർത്തിക് മറുപടി പറയുന്നു. അതിന്റെ പടം എവിടെയെങ്കിലും വരച്ചിരുന്നോ എന്ന് ധ്രുവ ചോദിക്കുമ്പോൾ താനിപ്പോ ഫ്ലൈറ്റിലാണെന്നും പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കാർത്തിക് കോള് കട്ട് ചെയ്യുന്നു. ശേഷം കാറിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് അനലൈസ് ചെയ്യുമ്പോൾ അതിലൊരെണ്ണം ഡ്രഗ് ട്രാഫിക്കിംഗ് കേസിൽ പിടിച്ച ഒരു പ്രതിയുടേതുമായി മാച്ച് ആവുന്നു. അവന്റെ പേര് തമിഴറവെന്നായിരുന്നു. അറിവിന്റെ അഡ്രസ്സ് പരിശോധിക്കുമ്പോൾ അവനെ രമ്യയുടെ വീടിനടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന് ധ്രുവന് മനസ്സിലാവുന്നു. ശേഷം തമിഴ് അറിവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ച് അറിവ് അവരോട് ബഹളം വയ്ക്കുന്നെങ്കിലും അവരാരും മറുപടി പറയുന്നില്ല. ശേഷം ധ്രുവ അവനെ ഇന്ററോഗേഷൻ റൂമിൽ ലോക്ക് ചെയ്ത് ക്യാമറയിലൂടെ നിരീക്ഷിക്കുന്നു. അറിവിന്റെ കയ്യിലുണ്ടായിരുന്ന സകല സാധനങ്ങളും വാങ്ങി വെച്ചിട്ടാണ് അവനവനെ ലോക്ക് ചെയ്യുന്നത്. കുറച്ചു മണിക്കൂറുകൾ ഇങ്ങനെ അടച്ചിട്ട അവന്റെ ഉള്ളിലെ ശരിക്കുള്ള മനുഷ്യൻ താനെ വെളിയെ വരുമെന്ന് ധ്രുവ ശ്രുതിയോട് പറയുന്നു. ധ്രുവ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ കഴിയുന്തോറും അറിവാകെ വയലന്റ് ആവുന്നു. എന്റെ ബാഗിൽ ഒരു മരുന്നുണ്ടെന്നും അതെടുത്തു തരണമെന്നും പറഞ്ഞ് അറിവ് ഒരുപാട് ബഹളം വയ്ക്കുന്നു. ശേഷം ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരുന്ന പൊടി കൊണ്ട് അറിവ് ഒരു പെണ്ണിന്റെ മുഖം ആ ഭിത്തിയിൽ വരയ്ക്കുന്നു. ശേഷം അവള് തന്നെ ലൂസർ എന്ന് വിളിക്കുന്നത് ഓർമ്മ വന്നതും ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ ആ ചിത്രം മായ്ച്ചു കളയുന്നു. അതിനുശേഷം വീണ്ടും ആകെ അസ്വസ്ഥനാകുന്ന അറിവ് അവിടെ വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് തല മുക്കി വെക്കുന്നു. ഇത് കണ്ടതും അറിവിന്റെ റൂം ഓപ്പൺ ചെയ്യാൻ ധ്രുവ കാളയോട് പറയുന്നു. ശേഷം അവര് നിന്ന് അറിവിനെ ആ ബക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പിടിച്ചു മാറ്റുന്നു. ഒപ്പം അവൻ നേരത്തെ ചോദിച്ച ഗുളികയും അവരവന് കൊടുക്കുന്നു. ആ ഗുളിക കഴിച്ചു കഴിഞ്ഞതും അറിവിന് അല്പം ആശ്വാസം തോന്നുന്നു. അല്പസമയം അറിവിനെ റിലാക്സ് ചെയ്യാൻ അനുവദിച്ച ശേഷം ധ്രുവ അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. രമ്യ എന്തിനാണ് കൊന്നതെന്ന് ധ്രുവ ചോദിക്കുമ്പോൾ ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നും നിങ്ങൾക്ക് ആള് മാറിയതാണെന്നും അറിവ് മറുപടി പറയുന്നു. ശേഷം രമ്യ രാത്രിയിൽ അറിവ് ജോഗിങ്ങിന് പോകുന്ന ഫൂട്ടേജ് ധ്രുവ അവന് കാണിച്ചു കൊടുക്കുന്നു. അന്ന് രാത്രി ഞാൻ ജോഗിങ്ങിന് പോയതാണെന്നും കഴിഞ്ഞ 5-6 മാസമായിട്ട് താൻ ഇങ്ങനെ സ്ഥിരം ജോഗിങ്ങിന് പോകാറുണ്ടെന്നും അറിവ് മറുപടി പറയുന്നു. ശേഷം കാറിൽ വെച്ച് ഡോളർ ഡിസൈൻ്റെ ഫോട്ടോ ധ്രുവ അവന് കാണിച്ചു കൊടുക്കുന്നു. ഈ ഫോട്ടോ നീയല്ല വരച്ചതെന്ന് ധ്രുവ ചോദിക്കുമ്പോൾ ഒരു പതർച്ചയോടെ ഞാൻ വരച്ചതല്ലെന്ന് അറിവ് മറുപടി പറയുന്നു. പക്ഷെ നിന്റെ ഫിംഗർ പ്രിന്റ് അതിലുണ്ടായിരുന്നല്ലോ എന്ന് ധ്രുവ ചോദിക്കുമ്പോൾ അവൻ മറുപടി ഒന്നും പറയുന്നില്ല. അറിവിനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് അവൻ അസാധാരണമായ മെമ്മറി പവർ ഉണ്ടെന്ന് ധ്രുവന് മനസ്സിലാകുന്നത്. വഴി വെച്ച് പോലീസ് പിടിച്ചതു മുതൽ ഇന്ററോഗേഷൻ റൂമിൽ കൊണ്ടുവന്നത് വരെയുള്ള ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിവ് അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ലൈഫിൽ ഒരിക്കൽ മാത്രം കണ്ട കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയുണ്ടെന്നും അതിൽ ചില ബാഡ് മെമ്മറീസ് മറക്കാനാണ് ടാബ്ലറ്റ് കഴിക്കുന്നതെന്നും അറിവ് അവരോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ രമ്യ ഉൾപ്പെടെ നീ കൊന്ന പെണ്ണുങ്ങളെയെല്ലാം മറക്കാനാണോ നീ മരുന്ന് കഴിക്കുന്നതെന്ന് ശ്രുതി അവനോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ലെന്ന് അറിവ് ആവർത്തിച്ചു പറയുന്നു. ശേഷം അവൻ അവന്റെ കഥ അവരോട് പറയുന്നു. അച്ഛനും അമ്മയും മരിച്ചുപോയ അറിവിന് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് അനിയത്തി അഖില മാത്രമാണ്. കോളേജിൽ പഠിക്കുമ്പോഴാണ് അറിവിന്റെ ക്ലാസ്മേറ്റ് രമ്യ അവനെ ഇങ്ങോട്ട് വന്ന് പ്രൊപ്പോസ് ചെയ്യുന്നത്. ആദ്യമൊന്നും അവളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നില്ലെങ്കിലും പതിയെ പതിയെ അറിവ് അവളെ പ്രണയിച്ചു തുടങ്ങുന്നു. പഠനത്തിന് ശേഷം അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ഗവൺമെന്റ് ജോലി നേടാനായിട്ട് അറിവ് പരിശ്രമിക്കുന്നു. അതിനുവേണ്ടി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അവൻ സ്വിമ്മിംഗ് ട്രെയിനിങ് എടുക്കുന്നു. എന്നാൽ ഈ സമയം രമ്യ ആവട്ടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. വിദേശത്ത് എവിടെയെങ്കിലും സെറ്റിൽ ആകണമെന്നായിരുന്നു രമ്യയുടെ ആഗ്രഹം. ഇതറിയാവുന്ന HR ഒരു ദിവസം രമ്യ പ്രപ്പോസ് ചെയ്യുന്നു. അടുത്ത മാസം എനിക്ക് US ട്രാൻസ്ഫർ ആണെന്നും നീ എന്നെ വിവാഹം ചെയ്താൽ നമുക്ക് ഒരുമിച്ച് അവിടെ സെറ്റിൽ ആകാമെന്നും HR രമ്യയോട് പറയുന്നു. പക്ഷെ രമ്യ തനിക്ക് അതിന് സമ്മതമല്ലെന്ന് മറുപടി പറയുന്നു. ശേഷം രമ്യ ഇക്കാര്യങ്ങളൊക്കെ അറിവിനോട് പറയുന്നു. ഇതറിഞ്ഞതും നീ ഇനി അവിടേക്ക് ജോലിക്ക് പോകണ്ടെന്നും മറ്റെവിടെയെങ്കിലും ജോലി നോക്കാമെന്നും അറിവ് അവളോട് പറയുന്നു. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും HR പറഞ്ഞ് കൺവിൻസ് ചെയ്യാമെന്നും മാത്രമല്ല നമുക്ക് രണ്ടുപേർക്കും US സെറ്റിൽ ആകാമെന്നും രമ്യ അവനോട് പറയുന്നു. പക്ഷെ അകലെ വിട്ട് US പോകാൻ അറിവ് സമ്മതിക്കുന്നില്ല. മാത്രമല്ല അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ഗവൺമെന്റ് ജോലി നേടാനാണ് തന്റെ ആഗ്രഹമെന്നും അറിവ് അവളോട് പറയുന്നു. ഇതിന്റെ പേരിൽ അറിവും രമ്യയും തമ്മിൽ വഴക്കുണ്ടാവുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് രമ്യ വിളിക്കുമെന്ന് കരുതി അറിവ് കാത്തിരിക്കുന്നെങ്കിലും അവൾ അവനെ വിളിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഫെബ്രുവരി 14 ഒരു പബ്ബിൽ വെച്ച് രമ്യ ലൈവ് പോകുന്നുണ്ടെന്ന് അറിവിന് നോട്ടിഫിക്കേഷൻ വരുന്നത്. രമ്യയെ കാണാനായിട്ട് അറിവ് അവിടേക്ക് പോകുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ രമ്യയുടെ HR അവളെ പ്രപ്പോസ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ശേഷം അവര് തമ്മിൽ മോതിരം കൈമാറുന്നതുകൂടി കണ്ടതും അറിവിന്റെ സമനില തെറ്റുന്നു. അറിവിനെ കണ്ട് ഇവർ ആരാണെന്ന് HR ചോദിക്കുമ്പോൾ തനിക്ക് ഇവനെ അറിയില്ലെന്നും ഏതോ ലൂസർ ആണെന്നും രമ്യ മറുപടി പറയുന്നു. ഇത് കേട്ടതും അറിവാകെ തകർന്നു പോകുന്നു. ശേഷം സെക്യൂരിറ്റിയെ കൊണ്ട് അവൾ അവനെ അവിടെ നിന്ന് പുറത്താക്കുന്നു.
പുറത്താക്കുന്നതിനിടെയുള്ള അടിപിടിയിൽ അറിവിന് തലയ്ക്ക് ചെറിയ പരിക്ക് പറ്റുകയും അവന് ചെറുതായിട്ട് ബോധം പോവുകയും ചെയ്യുന്നു. ഈ സമയത്താണ് അവിടെ ഒരു ഡ്രഗ് ഡീലിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പോലീസ് അവിടേക്ക് വരുന്നത്. സംശയം തോന്നി അവിടെയുള്ള എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അറിവിന്റേതും അവർ കളക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അറിവിന്റെ ഫിംഗർ പ്രിന്റ് പോലീസ് രജിസ്റ്ററിൽ വരുന്നത്. ഇതും പറഞ്ഞ് അറിവ് നിലത്തേക്കിരുന്ന് കാൽമുട്ടി മുഖം പൊത്തിയിരിക്കുന്നു. ഇവൻ വെറുതെ കഥയുണ്ടാക്കിയാണെന്ന് കാളി പറയുമ്പോൾ ഡ്രഗ് ഡീലിംഗ് കേസിന്റെ കാര്യം പറഞ്ഞത് സത്യമാണെന്ന് ശ്രുതി മറുപടി പറയുന്നു. മാത്രമല്ല അന്നത്തെ കേസിൽ പിടിച്ചവരെല്ലാം കോളേജ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടതാണെന്നും ശ്രുതി അവരോട് പറയുന്നു. കുറെ സമയം കഴിഞ്ഞിട്ടും അറിവ് അനങ്ങാതെ ഇരിക്കുന്നത് കണ്ട് കാളി അവനെ ചെറുതായിട്ട് തട്ടി നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അറിവ് ബോധമില്ലാതെ നിലത്തേക്ക് വീഴുന്നു. ഉടൻ തന്നെ അവർ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അറിവിനെ ചെക്കപ്പ് ചെയ്ത ശേഷം ഡോക്ടർ അവനോട് തന്നെ ചില വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. തന്റെ 1 വയസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ വരെ തനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിവ് ഡോക്ടറിനോട് പറയുന്നു. സേലത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അറിവ് ജനിച്ചത്. അറിവിന് 1 വയസ്സായ സമയത്താണ് അച്ഛൻ അവനെയും കൂട്ടി അവരുടെ കുലക്ഷേത്രത്തിൽ പോകുന്നത്. പുണ്യപുരാതനമായ ഒരു കുളമായിരുന്നു ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വെള്ളത്തിലിറങ്ങിയാൽ സകല രോഗങ്ങളും മാറുമെന്നൊരു വിശ്വാസം കൂടി ആ ഗ്രാമത്തിലുള്ളവർക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയ സമയത്താണ് പലരും ആ കുളത്തിൽ മുങ്ങി നിവരുന്നത് അറിവ് കാണുന്നത്. അത് കണ്ട് അറിവ് ആ കുളത്തിനരികിലേക്ക് ചുവട് വയ്ക്കുന്നു. പക്ഷെ അവന്റെ അച്ഛൻ അത് ശ്രദ്ധിക്കുന്നില്ല. അന്നാണ് അവൻ ആദ്യമായിട്ട് നടക്കുന്നത്. കുളത്തിനടുത്തേക്ക് വന്നതും അറിയാതെ അവൻ കാല് തെറ്റി അതിനകത്തേക്ക് വീഴുന്നു. വീണ് കുറച്ചു കഴിഞ്ഞതും അറിവിന്റെ ബോധം നഷ്ടപ്പെടുന്നു. ആ സമയം തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ലെന്ന് അറിവ് ഡോക്ടറിനോട് പറയുന്നു. ഈ സമയം അവിടെ നടന്നത് എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. ആ കുളത്തിലെ ഒരാമ അറിവിന്റെ അടുത്ത് വരുന്നതും അതിൽ നിന്നെന്തോ ഒരു ശക്തി അറിവിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതും കാണിക്കുന്നു. അപ്പോഴാണ് അവന് വീണ്ടും ബോധം വരുന്നത്. ശേഷം ആ ജലം തന്നെ അവനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. അറിവ് പറഞ്ഞതെല്ലാം കേട്ടെങ്കിലും അവന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡോക്ടറിന് സാധിക്കുന്നില്ല. ഇത്രയും മെമ്മറി പവർ കിട്ടുക എന്നത് വളരെ റെയർ ആണെന്നും ഇതൊരുപക്ഷെ ഹെറിഡിറ്ററി ആയോ ആക്സിഡന്റിലൂടെയോ സംഭവിച്ചേക്കാമെന്നും ഡോക്ടർ ധ്രുവിനോട് പറയുന്നു. കൂടാതെ അറിവ് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റിന് പകരം മറ്റൊരു ഗുളികയും ഡോക്ടർ അവന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഈ സമയത്താണ് അറിവിന്റെ അടുത്ത് കിടന്ന ഒരു പേപ്പറിൽ രമ്യയുടെ മാലയിലെ ഡോളർ ഡിസൈൻ വരച്ചിരിക്കുന്നത് ധ്രുവ കാണുന്നത്. ഇപ്പൊ ഇത് വരച്ചത് നീയല്ലേ? ഈ ഡിസൈൻ നീ എവിടെയാണ് കണ്ടതെന്ന് ധ്രുവ അവനോട് ചോദിക്കുന്നു. സാറ് കാണിച്ച ഫോട്ടോ കണ്ട് വരച്ചതാണെന്ന് അറിവ് മറുപടി പറയുന്നു. പക്ഷെ വിശ്വാസം വരാതെ ധ്രുവ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഡോളർ ചെയിൻ താൻ എവിടെയും കണ്ടിട്ടില്ലെന്ന് അറിവ് തറപ്പിച്ച് പറയുന്നു. പക്ഷെ അപ്പോഴാണ് മറ്റൊരു കാര്യം ധ്രുവ ശ്രദ്ധിക്കുന്നത്. ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ഡോളർ ഡിസൈൻ എന്നല്ലാതെ അതൊരു മാലയിലെ ലോക്കറ്റ് ആണെന്ന് ആരും അറിവിനോട് പറഞ്ഞിരുന്നില്ല. പിന്നെങ്ങനെയാണ് നിനക്കതൊരു മാലയിലെ ലോക്കറ്റിന്റെ ഡിസൈൻ ആണെന്ന് മനസ്സിലായതെന്ന് ധ്രുവ അവനോട് ചോദിക്കുന്നു. ആ മാല ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ടെന്നും പക്ഷെ എവിടെയാണ് കണ്ടതെന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും അറിവ് മറുപടി പറയുന്നു. നിങ്ങൾ എന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോയാ എവിടെയാണ് മാല കണ്ടതെന്ന് ഓർത്തെടുക്കാനാകുമെന്നും അറിവ് അവരോട് പറയുന്നു. അറിവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ധ്രുവ അറിവിന്റെ കൈയും കാളയുടെ കൈയും ചേർത്ത് വിലങ്ങിടുന്നു. ഈ സമയത്താണ് അറിവിന്റെ ഫോണിലേക്ക് അവന്റെ അനിയത്തി അഖില കോൾ ചെയ്യുന്നത്. സ്പീക്കറിലിട്ട് സംസാരിക്കാൻ ധ്രുവ അവന് അനുവാദം നൽകുന്നു. കോൾ എടുത്തതും ഇത്ര നേരമായിട്ടും വീട്ടിലെത്താത്തതിനും കോൾ അറ്റൻഡ് ചെയ്യാത്തതിനും അഖില അവനെ വഴക്ക് പറയുന്നു. ചെറിയ തിരക്കിലായതുകൊണ്ടാണെന്നും ഉടൻ വരാമെന്നും അറിവ് മറുപടി പറയുന്നു. കോൾ കട്ടാക്കിയതും ധ്രുവ അറിവിനെയും കൊണ്ട് അവൻ പ്രാക്ടീസ് നടത്തുന്ന കോച്ചിങ് സെന്ററിലേക്ക് പോകുന്നു. കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തനിക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടണമെന്ന് അറിവ് പറയുമ്പോൾ അവന്റെ കയ്യിലെ വിലങ്ങ് മാറ്റിയേക്കാൻ ധ്രുവ കാളിയോട് പറയുന്നു. ശേഷം അറിവ് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അതിനുള്ളിൽ ധ്യാനിക്കുന്ന പോലെ ഇരിക്കുന്നു. ഈ സമയത്താണ് രമ്യയുടെ വീടിനടുത്തുള്ള അക്വേറിയം ഉടമ അവിടുത്തെ CCTV ഫുട്ടേജും കൊണ്ട് വരുന്നത്. അറിവിനെ നോക്കാൻ കാളിയെ ചുമതലപ്പെടുത്തി ധ്രുവൻ ശ്രുതിയും കൂടെ ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ പോകുന്നു. ആ ഫൂട്ടേജിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. ഈ സമയം അറിവ് പൂളിൽ നിന്ന് പുറത്തു വന്ന് മാല എവിടെയാണ് കണ്ടതെന്ന് ധ്രുവിനോട് പറയുന്നു. അന്ന് ജോഗിങ്ങിനിടെ വിശ്രമിക്കാൻ വേണ്ടി നിന്നപ്പോ റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന മഴവെള്ളക്കെട്ടിലാണ് അവൻ ആ മാലയുടെ റിഫ്ലക്ഷൻ കണ്ടത്. ഇത് കേട്ടതും ധ്രുവ തങ്ങൾ കണ്ട CCTV ഫുട്ടേജ് ഒന്നുകൂടി പരിശോധിക്കുന്നു. അതിലൊരു പോർഷൻ സൂം ചെയ്ത് നോക്കുമ്പോൾ അറിവ് പറഞ്ഞതുപോലെ അവൻ റിലാക്സ് ചെയ്ത് പോയ ശേഷം അതിന്റെ അരികിലുള്ള കാട്ടിലേക്ക് ഒരു ഗ്ലൗസ് ഇട്ട കൈ നീണ്ടുവരുന്നത് അവർ കാണുന്നു. അത് കില്ലറിന്റെ കൈയാണെന്നും അറിവ് പോയ ശേഷം കില്ലർ ആ മാല എടുത്തുകൊണ്ട് പോയതാണെന്നും ധ്രുവിന് മനസ്സിലാകുന്നു. ശേഷം ധ്രുവ അറിവിനെ വീട്ടിൽ പോകാൻ അനുവദിക്കുന്നു. എന്നിട്ട് ധ്രുവ അവന്റെ ടീമിനെയും കൂട്ടി ഫൂട്ടേജ് കണ്ട സ്ഥലത്തേക്ക് പോകുന്നു. അന്ന് കണ്ടതൊക്കെ അറിവ് ഇത്ര കൃത്യമായിട്ട് ഓർത്തെടുത്ത് പറഞ്ഞത് എങ്ങനെയാണെന്ന് കാളി സംശയം ചോദിക്കുന്നു. പക്ഷെ ഇതൊക്കെ അറിവിന്റെ ഓർമ്മയിലുള്ളതല്ലെന്നും അവൻ എങ്ങനെയോ ഇമാജിൻ ചെയ്തതാണെന്നും ധ്രുവ മറുപടി പറയുന്നു. പക്ഷെ അറിവിന്റെ ഇമാജിനേഷനും യാഥാർത്ഥ്യവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും ധ്രുവ അവരോട് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ധ്രുവും കാളയും കൂടെ അറിവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അഖിലയാണ് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത്. അറിവിനെ കൊണ്ടൊരു ആവശ്യമുണ്ടെന്നാണ് ധ്രുവ അഖിലയോട് പറയുന്നത്. അവര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അഖില അറിവിനെ വിളിക്കുന്നെങ്കിലും വൈകുന്നേരത്തെ മരുന്നിന്റെ എഫക്റ്റിൽ ഉറങ്ങുന്ന അറിവ് അതൊന്നും അറിയുന്നില്ല. അവൻ എണീക്കുന്നില്ലെന്ന് കണ്ടതും ഉറക്കം എണീക്കുമ്പോൾ അവനോട് സ്റ്റേഷനിലേക്ക് വരാൻ പറയണമെന്ന് ധ്രുവ അഖിലയോട് പറയുന്നു.
അഖിലയുടെ സംസാരത്തിൽ നിന്നും അവരുടെ അച്ഛൻ ഒരു നാഡീജ്യോത്സ്യം നോക്കുന്ന ആളായിരുന്നെന്നും പുരാതന ഗ്രന്ഥങ്ങളിൽ അറിവുള്ള ആളായിരുന്നെന്നും ധ്രുവന് മനസ്സിലാവുന്നു. അപ്പോഴേക്കും അഖില അവരോട് സംസാരിക്കുന്ന ശബ്ദം കേട്ട് അറു ഉറക്കം എണീറ്റ് വരുന്നു. ഈ സമയം അഖിലയാകട്ടെ അവർക്ക് ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോകുന്നു. വീണ്ടും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതാണോ എന്ന് അറിവ് ചോദിക്കുമ്പോൾ ഒരു സഹായം ചോദിച്ചു വന്നതാണെന്ന് ധ്രുവ മറുപടി പറയുന്നു. പക്ഷെ കാര്യം എന്തെന്ന് കേൾക്കുന്നതിന് മുന്നേ തന്നെ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അറിവ് മറുപടി പറയുന്നു. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ചോദിച്ച് ടോർച്ചർ ചെയ്യാനല്ല നിങ്ങൾ വിളിക്കുന്നത്. എന്നെ പോലെ ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് അറിവ് ധ്രുവനോട് ചോദിക്കുന്നു. ഇത് കേട്ടതും ധ്രുവനാകെ ദേഷ്യം തോന്നുന്നു. നീ പറഞ്ഞ പോലെ നിന്റെ അനിയത്തിയുടെ പ്രായമുള്ള ഒരു മകൾ എനിക്കുണ്ടായിരുന്നെന്നും എന്നാൽ ഇപ്പോ അവള് ജീവനോടെ ഇല്ലെന്നും ധ്രുവ അറിവിനോട് പറയുന്നു. ശേഷം ഒരു വീഡിയോ കോൾ റെക്കോർഡിംഗ് ധ്രുവ അറിവിന് കാണിച്ചു കൊടുക്കുന്നു. ധ്രുവിന്റെ മകൾ പ്രിയയെ അവരുടെ സീനിയേഴ്സ് റാഗ് ചെയ്യുന്നത് അവളുടെ കൂട്ടുകാരി ധ്രുവിനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നതായിരുന്നു അതിലുണ്ടായിരുന്നത്. സീനിയർ പയ്യൻ പ്രിയയെ പ്രപ്പോസ് ചെയ്തിട്ട് തിരിച്ചു ഐ ലവ് യു പറയാൻ അവളെ നിർബന്ധിക്കുന്നു. പക്ഷെ ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞ ചേട്ടന്റെ ഗേൾഫ്രണ്ട് എന്ത് ചെയ്യുമെന്ന് പ്രിയ തിരിച്ചു ചോദിക്കുന്നു. അല്ലെങ്കിൽ ഞാനും അവളും തമ്മിൽ യാതൊരു ചേർച്ചയില്ലെന്നും പക്ഷെ നമ്മൾ തമ്മിലാണെങ്കിൽ നന്നായിട്ട് ചേരുമെന്നും പറഞ്ഞ് സീനിയർ പയ്യൻ പ്രിയയോട് ചേർന്ന് നിൽക്കുന്നു. ഇത് കേട്ടതും തന്റെ അച്ഛനോട് ചോദിച്ചിട്ട് തീരുമാനം പറയാമെന്ന് പ്രിയ മറുപടി നൽകുന്നു. അവിടെ നടക്കുന്നതെല്ലാം വീഡിയോ കോളിലൂടെ കാണുന്ന ധ്രുവിന് പ്രിയയെ റാഗി എന്നവന്റെ പേര് സാധിക്കെന്നാണെന്നും അവനൊരു എൻകൗണ്ടർ ലിസ്റ്റിലുള്ള ആളാണെന്നും മനസ്സിലാവുന്നു. പ്രിയ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് മൊബൈൽ സാധിക്കിന് നേരെ കാണിക്കുമ്പോഴാണ് യൂണിഫോമിലുള്ള ധ്രുവിനെ അവൻ കാണുന്നത്. അപ്പോഴേക്കും ധ്രുവ് അയച്ച പോലീസും അവിടേക്ക് വരുന്നു. പോലീസിനെ കണ്ടതും സാദിക്കും ഗ്യാങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവന്മാരൊന്നും അവിടുത്തെ സ്റ്റുഡൻസ് അല്ലെന്നും ഒന്ന് സൂക്ഷിച്ചോളണമെന്നും ധ്രുവ് പറയുമ്പോൾ അച്ഛനുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കാനാണെന്ന് പ്രിയ തിരിച്ചു ചോദിക്കുന്നു. ആ വീഡിയോ കോളിലാണ് ധ്രുവ് അവസാനമായിട്ട് പ്രിയയെ കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ രമ്യയുടെ ബോഡി കണ്ടെടുത്ത അതേ നിലയിൽ ദേഹവാസകലം കറുത്തിരുണ്ട പ്രിയയുടെ ഡെഡ് ബോഡിയാണ് കിട്ടുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രിയയുടെ ശരീരത്തിൽ കുത്തിവെച്ചിരിക്കുന്ന വിഷം ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ കോളേജ് ലാബിൽ വെച്ച് തന്നെയാണെന്ന് ധ്രുവിന് മനസ്സിലാവുന്നു. അതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ സാദിക്കിന്റെ ഗ്യാങ്ങിലുള്ള 7 പേരെയും ധ്രുവ് എൻകൗണ്ടർ ചെയ്യുന്നു. പിന്നീട് സാദിക്കിന്റെ താവളത്തിലേക്ക് പോകുമ്പോഴാണ് അവന്റെ കൂട്ടാളികളിൽ ആരോ ധ്രുവിന്റെ കഴുത്തിലും വിഷം കുത്തിവെക്കുന്നത്. പക്ഷെ കുത്തിവെച്ച വിഷത്തിന്റെ ഡോസേജ് ശരിയല്ലാത്തതുകൊണ്ടും പിറകെ വന്ന സഹപ്രവർത്തകർ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടും ധ്രുവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും സാദിക്ക് അവന്റെ ഗ്യാങ്ങിൽ ബാക്കിയുള്ളവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീടുള്ള കാലം മകൾ മരിച്ച വേദനയിൽ ജീവിതം തന്നെ വെറുത്ത് കഴിയുമ്പോഴാണ് രമ്യയുടെ മരണവാർത്ത ധ്രുവ് കാണുന്നത്. തന്റെ മകൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരാൾ കൂടി സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ അന്വേഷണത്തിന് ഇറങ്ങിയതെന്നും അല്ലാതെ മെഡല് മോഹിച്ചല്ലെന്നും ധ്രുവ് അറിവിനോട് പറയുന്നു. ഇത് കേട്ടതും ധ്രുവിനെ സഹായിക്കാമെന്ന് അറിവ് സമ്മതിക്കുന്നു. അന്നത്തെ ദിവസം കണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഓർത്തു പറയാൻ സാധിച്ചാൽ അത് കേസിന് ഗുണം ചെയ്യുമെന്ന് ധ്രുവ് അവനോട് പറയുന്നു. പക്ഷെ വെള്ളത്തിനടിയിൽ ധ്യാനിക്കുമ്പോഴാണ് അറിവിന് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തവണ ഞാൻ പറയുന്ന സ്ഥലത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ധ്രുവ് അറിവിനോട് പറയുന്നു. പിറ്റേ ദിവസം ധ്രുവ് അറിവിനെയും കൂട്ടി മറൈൻ സ്റ്റഡീസിന്റെ ട്രെയിനിങ് സെന്ററിലേക്ക് പോകുന്നു. എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരുപക്ഷെ ഇവിടെ വന്ന് പഠിച്ചേനെ എന്ന് അറിവ് ധ്രുവിനോട് പറയുന്നു. നിന്റെ കഴിവ് വെച്ച് നീ ഉണ്ടാകേണ്ട സ്ഥലം പോലീസ് ഫോഴ്സ് ആണെന്നും അതുകൊണ്ട് UPSC ക്ലിയർ ചെയ്താൽ നിനക്ക് ഞാൻ ട്രെയിനിങ് തരാമെന്നും ധ്രുവ് മറുപടി പറയുന്നു. ഇത് കേട്ടതും അറിവിന് വളരെ സന്തോഷം തോന്നുന്നു. ശേഷം അവര് വന്ന കാര്യത്തിലേക്ക് കടക്കുന്നു. കടൽ വെള്ളം ആയതുകൊണ്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്താണ് അറിവ് വെള്ളത്തിൽ മുങ്ങുന്നത്. ശേഷം അന്നത്തെ സംഭവങ്ങൾ അവൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. അന്ന് നടന്ന സംഭവങ്ങളിലൂടെ വീണ്ടും കടന്നു പോകുമ്പോൾ കില്ലറിന്റെ കൂടെ ഒരു അദൃശ്യനായി സഞ്ചരിക്കാൻ അറിവിന് കഴിയുന്നു. മാസ്ക് വെച്ചതിനാൽ കില്ലറിന്റെ മുഖം കാണാൻ കഴിയുന്നില്ലെങ്കിലും കില്ലർ രമ്യയുടെ ബോഡി കൊണ്ട് കുപ്പയിലിടുന്നതും ശേഷം സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകുന്നതും നേരിട്ടെന്ന പോലെ കാണാൻ അറിവിന് കഴിയുന്നു. പക്ഷെ കില്ലർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ കില്ലറിന്റെ കൂടെയുള്ള മൂങ്ങയെ കണ്ട് ഭയപ്പെട്ട് അറിവിന്റെ അദൃശ്യ യാത്ര അവസാനിക്കുന്നു. ഈ സമയം അറിവിന്റെ പൾസ് റേറ്റ് കുറയുന്നെന്ന് മനസ്സിലാക്കി ഡൈവേഴ്സ് അവനെ പൂളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ശേഷം താൻ കണ്ട കാര്യങ്ങളെല്ലാം കില്ലർ പോയ വഴിയും താമസ സ്ഥലത്തിന്റെ അടയാളങ്ങളും അറിവ് ധ്രുവിനോട് പറയുന്നു. പക്ഷെ അറിവ് ഹാലൂസിനേറ്റ് ചെയ്തതായിരിക്കുമെന്ന് കരുതി ധ്രുവ് അതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. പക്ഷെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അറിവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നെന്ന് ധ്രുവിന് മനസ്സിലാകുന്നു. അറിവ് പറഞ്ഞു കൊടുത്ത അതേ സ്ഥലങ്ങളിലൂടെ കില്ലറിന്റെ കാറ് സഞ്ചരിച്ചതിന്റെ ഫുട്ടേജ് കണ്ട് ധ്രുവ് ആകെ ഷോക്കാവുന്നു. ശേഷം ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ധ്രുവ് അറിവിനെ മുമ്പ് കാണിച്ച് ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു. അറിവിന്റെ കണ്ടീഷൻ വളരെ റെയർ ആണെന്നും പക്ഷെ സമാനമായ ചില സംഭവങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടർ ധ്രുവിനോട് പറയുന്നു. 1970 ഡൊറോത്തി അലിസൺ എന്നൊരാൾക്കും ഇതുപോലെ കേട്ടറിഞ്ഞ കാര്യങ്ങളിലൂടെ കടന്നു എന്ന് അത് തന്റേതായ വിഷനിലൂടെ കാണാൻ കഴിയുമായിരുന്നു. അതുപോലെയുള്ളൊരു ഫിനോമിനാണ് അറിവിനും ഉള്ളതെന്ന് ഡോക്ടർ ധ്രുവിനോട് പറയുന്നു. ശേഷം ധ്രുവ് കാളയെയും കൂട്ടി കില്ലറിന്റെ കാർ അവസാനം CCTV പതിഞ്ഞ ഏരിയയിലേക്ക് പോകുന്നു. ആ ഏരിയയിലുള്ള റോഡ് ക്ലീനിംഗ് സ്റ്റാഫിനോട് ഇവിടെ ഏതെങ്കിലും വീട്ടിൽ മൂങ്ങയെ കണ്ടിരുന്നോ എന്ന് ധ്രുവ് ചോദിക്കുന്നു. അപ്പോഴാണ് കണ്ണു കാണാത്തൊരു ചെറിയ പെൺകുട്ടി അടുത്തുള്ള സ്ഥലത്ത് വെച്ച് മൂങ്ങയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്.
ധ്രുവ് ഉടനെ ആ പെൺകുട്ടിയെ അവളുടെ മുത്തശ്ശനെയും കൂട്ടി അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് കില്ലറിന്റെ വീടിനെ കുറിച്ച് അറിവ് മുമ്പ് പറഞ്ഞ അതേ രീതിയിലുള്ള വീടാണതെന്ന് ധ്രുവന് മനസ്സിലാവുന്നത്. താൻ കണ്ട വിഷനിൽ ആ വീടിന്റെ മുകളിലത്തെ നിലയിലേക്കാണ് കില്ലർ കയറിപ്പോയതെന്ന് അറിവ് ധ്രുവിനോട് പറഞ്ഞിരുന്നു. ശേഷം ധ്രുവ് ആ വീടിന്റെ ഹൗസ് ഓണറുമായിട്ട് സംസാരിക്കുന്നു. മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്നത് 3-4 ഹിന്ദിക്കാരാണെന്നും കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ അവർ വെക്കേറ്റ് ചെയ്തു പോയെന്നും ഹൗസ് ഓണർ ധ്രുവിനോട് പറയുന്നു. അവരുടെ ഫോട്ടോയോ ഐഡിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പലതവണ ചോദിച്ചിട്ടും അവർ ID പ്രൂഫ് തന്നിട്ടില്ലെന്ന് ഓണർ മറുപടി പറയുന്നു. ശേഷം ധ്രുവ് ആ റൂമിനകത്ത് കയറി പരിശോധിക്കുന്നു. ഫോറൻസിക് ടീമിനെ വിളിപ്പിച്ച് ഇവിടെയെല്ലാം പരിശോധിക്കണമെന്ന് ധ്രുവ് കാളിയോട് പറയുന്നു. മറുഭാഗത്ത് കോച്ചിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന അറിവ് അവന്റെ ലോക്കർ നോക്കുമ്പോൾ അതിൽ മൊബൈൽ കാണുന്നില്ല. ശേഷം അവൻ അവിടുത്തെ ലാൻഡ് ലൈനിൽ നിന്ന് സ്വന്തം മൊബൈലിലേക്ക് വിളിച്ചു നോക്കുന്നെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. ശേഷം വീട്ടിലെത്തിയതും വീട് പൂട്ടിയിരിക്കുന്നതാണ് കാണുന്നത്. അഖിലയെ കണ്ടോ എന്ന് തിരക്കുമ്പോൾ അവൾ ഒരു ബ്ലാക്ക് കാറിൽ പോകുന്നത് കണ്ടെന്ന് അടുത്ത വീട്ടിലെ കുട്ടി അറിവിനോട് പറയുന്നു. ശേഷം അറിവ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ ഫോൺ വാങ്ങി അഖിലയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നെങ്കിലും കോള് പോകുന്നില്ല. ഇതുകൂടി ആയതോടെ അറിവ് പേടിച്ച് ശ്രുതിയെ കോൾ ചെയ്യുന്നു. അഖിലയെ കാണാനില്ലെന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും അറിവ് ശ്രുതിയോട് പറയുന്നു. അവൾ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോയതായിരിക്കുമെന്നും നീ എങ്ങനെ ടെൻഷൻ അടിക്കണമെന്നും പറഞ്ഞ് ശ്രുതി അവനെ ആശ്വസിപ്പിക്കുന്നു. അവസാനം കണ്ടപ്പോ അഖില ഏത് ഡ്രസ്സാണ് ഇട്ടിരുന്നതെന്നും ശ്രുതി അവനോട് ചോദിക്കുന്നു. ഒരു വെള്ള കളർ ചുരിദാർ ആയിരുന്നെന്ന് അറിവ് മറുപടി പറയുന്നു. ഈ സമയം വെള്ള ചുരിദാറിട്ട പെൺകുട്ടി റെഡ് ലൈറ്റ് സ്പോട്ടിലേക്ക് നടക്കുന്നതും കില്ലർ അവളുടെ കഴുത്തിൽ വിഷം ഇഞ്ചക്ട് ചെയ്യുന്നതും കാണിക്കുന്നു. നിമിഷ നേരം കൊണ്ട് ദേഹം മുഴുവൻ കറുത്ത് അവൾ പിടഞ്ഞു വീണ് മരിക്കുന്നു. ഈ സമയം അറിവാകട്ടെ മരുന്നിന്റെ എഫക്റ്റിൽ ഉറങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം രാവിലെ അടുത്ത ബോഡിയും കുപ്പയിൽ നിന്ന് കണ്ടുകിട്ടുന്നു. വിവരം അറിഞ്ഞ ധ്രുവൻ കമ്മീഷണറും ഉടൻ തന്നെ ക്രൈം സ്പോട്ടിലേക്ക് വരുന്നു. ഇത്തവണ ദേഹം മുഴുവൻ കറുത്തതിനു പുറമെ മുഖമെല്ലാം പൊള്ളിയ നിലയിലായിരുന്നു ആ ബോഡി ഉണ്ടായിരുന്നത്. ആ ബോഡി കണ്ടതും ധ്രുവ് വളരെ ഇമോഷണൽ ആകുന്നു. ഇതേ സമയം തന്നെയാണ് ശ്രുതി വിളിപ്പിച്ചിട്ട് അറിവ് അവിടേക്ക് വരുന്നത്. വെള്ള ചുരിദാറിട്ട ആ പെൺകുട്ടിയുടെ ബോഡി കണ്ടതും അറിവ് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്നു. പക്ഷെ അപ്പോഴാണ് മരിച്ച പെൺകുട്ടിയുടെ ചെരുപ്പ് അറിവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് അഖിലയല്ലെന്നും അവൾ ഒരിക്കലും ഇത്ര ഹൈ ഹീൽസ് ചെരുപ്പ് ഇടില്ലെന്നും അറിവ് പറയുന്നു. ഇതേ സമയം തന്നെ അറിവിന്റെ ഫോണിലേക്ക് അഖിലയുടെ കോള് വരുന്നു. ഞാൻ വീട്ടിലുണ്ടെന്നും ഉടനെ വീട്ടിലേക്ക് വരാനും അഖില പറയുമ്പോൾ അറിവ് ഉടനെ അവിടേക്ക് പോകുന്നു. ഈ സമയം മരിച്ച പെണ്ണിന്റെ പേര് ശാലിനി എന്നാണെന്നും അവൾ ഒരു കോസ്മെറ്റിക് സർജൻ ആണെന്നും പോലീസ് കണ്ടെത്തുന്നു. മുൻപ് രമ്യയുടെ മരണത്തിന് ശേഷം പോസ്റ്റ് ഇട്ടതുപോലെ ശാലിനിയുടെ മരണശേഷം അവളുടെ അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് എഴുതി മുഖത്തിന്റെ പകുതി ഭാഗം ശാലിനിയുടെ ഒറിജിനൽ മുഖവും മറ്റേ പാതി പൊള്ളിയ മുഖവും എഡിറ്റ് ചെയ്ത ഫോട്ടോ ആയിരുന്നു അത്. നേരത്തെ ഉപയോഗിച്ച സെയിം ഡ്രഗ് തന്നെയാണ് ഇത്തവണയും ഉപയോഗിച്ചതെന്നും പോരാത്തതിന് മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ടുണ്ടെന്നും ഫോറൻസിക് ഡോക്ടർ ധ്രുവനോട് പറയുന്നു. മറുഭാഗത്ത് അറിവ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കാത്തു നിൽക്കുന്ന അഖിലയും കൂട്ടുകാരെയും കാണുന്നു. കണ്ട ഉടനെ അറിവിനെ കെട്ടിപ്പിടിച്ച് അഖില അവനോട് സോറി പറയുന്നു. മഴ കാരണം ടെറസിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവള് ഡാൻസ് പ്രാക്ടീസിനായി കോളേജ് ഹോസ്റ്റലിലേക്ക് പോയത്. അക്കാര്യം പറയാൻ അറിവിനെ കോൾ ചെയ്തെങ്കിലും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ലേറ്റ് ആയതുകൊണ്ട് അന്നത്തെ ദിവസം കൂട്ടുകാരിയുടെ ഒപ്പം ഹോസ്റ്റലിൽ തന്നെ നിൽക്കാൻ അവൾ തീരുമാനിക്കുകയായിരുന്നു. അക്കാര്യം പറയാൻ അറിവിനെ വിളിച്ചപ്പോ ഹോസ്റ്റൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് കോള് കണക്ട് ആകുന്നതെന്നും അഖില അറിവിനോട് പറയുന്നു. മറുഭാഗത്ത് ശാലിനിയുടെ ക്ലിനിക്കിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ രാജേഷ് എന്നൊരു ഫിലിം ഡയറക്ടർ ശാലിനിയെ നിരന്തരം വിസിറ്റ് ചെയ്യാറുണ്ടെന്ന് ധ്രുവിന് മനസ്സിലാവുന്നു. ഈ സമയം അറിവാകട്ടെ എങ്ങനെയെങ്കിലും കില്ലറിന്റെ മുഖം കണ്ടെത്തണമെന്ന് മനസ്സിലുറപ്പിക്കുന്നു. കാരണം അഖിലയാണ് കൊല്ലപ്പെട്ടെന്ന് കരുതിയ നിമിഷങ്ങളിലാണ് മകൾ മരിച്ച ധ്രുവിന്റെ വേദന അറിവിനും മനസ്സിലാവുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കില്ലറിനെ കണ്ടെത്തണമെന്ന് അറിവ് തീരുമാനിക്കുന്നു. ഇതിനു വേണ്ടി അവൻ ആരും അറിയാതെ കോച്ചിങ് സെന്ററിലെ പൂളിൽ മുങ്ങുന്നു. ഇത്തവണ വെള്ളത്തിനടിയിൽ കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്ന് നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണാൻ അറിവിന് സാധിക്കുന്നു. കില്ലർ താമസിച്ചിരുന്ന മുറിക്കകത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നെങ്കിലും കില്ലറും കൂട്ടാളികളും മുഖം മൂടിയിരുന്നത് കൊണ്ട് അവരുടെ മുഖം കാണാൻ അവന് സാധിക്കുന്നില്ല. ഡ്രഗ്സിന്റെ പാക്കേജിംഗ് വിൽപ്പനയുമാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ശേഷം കില്ലർ ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുത്തിവരച്ച നിലയിലുള്ള പ്രിയയുടെ രമ്യയുടെ ഫോട്ടോ അറിവ് കാണുന്നു. ആ ബുക്ക് അടച്ചു വെച്ച ശേഷം ടേബിളിലിരിക്കുന്ന ടൈം മാഗസിന്റെ കവർ പേജിലുള്ള ഒരു പെണ്ണിന്റെ മുഖത്തും കില്ലർ കുത്തിവരയ്ക്കുന്നു. ശേഷം കില്ലർ തന്നെ മുഖംമൂടി മാറ്റുന്നു. പക്ഷെ കില്ലറിന്റെ മുഖം കാണുന്നതിന് മുന്നേ അറിവ് ബോധം നഷ്ടപ്പെട്ട് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരുന്നു. അവിടുത്തെ ക്ലീനിംഗ് സ്റ്റാഫ് ഇത് കണ്ട് അറിവിനെ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. വിവരം അറിഞ്ഞ് ഉടൻ തന്നെ അഖിലയും ധ്രുവും ഹോസ്പിറ്റലിലേക്ക് വരുന്നു. കില്ലറിനെ കണ്ടുപിടിക്കാനാണ് അറിവ് ഇങ്ങനെ ഒരു സാഹസം ചെയ്തതെന്ന് കാളി ധ്രുവിനോട് പറയുന്നു. ഇത് കേട്ടതും ധ്രുവിനും വളരെ വിഷമം തോന്നുന്നു. റിക്കവർ ആയതും താൻ കില്ലറിന്റെ റൂമിൽ കണ്ട കാര്യങ്ങളൊക്കെ അറിവ് ധ്രുവിനോട് പറയുന്നു. ഒപ്പം കില്ലർ കുത്തിവരച്ച ടൈം മാഗസിന്റെ ഫ്രണ്ട് കവർ പേജും അറിവ് വരച്ചു കാണിക്കുന്നു. ആ ചിത്രം കണ്ടതും പണ്ടത് കാർത്തിക്കിന്റെ ഓഫീസിൽ വെച്ച് കണ്ടത് ധ്രുവിന് ഓർമ്മ വരുന്നു. ധ്രുവ് ഉടനെ കാർത്തിക്കിന്റെ ഓഫീസിൽ വിളിച്ച് ആ കവർ പേജിലുള്ള മോഡൽ ആരാണെന്ന് തിരക്കുന്നു. അത് വെണ്ണില എന്നൊരു പെൺകുട്ടിയാണെന്ന് കാർത്തിക്കിന്റെ സ്റ്റാഫ് ധ്രുവിനോട് പറയുന്നു. കില്ലറിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് വെണ്ണിലയാണെന്ന് മനസ്സിലായതും ധ്രുവൻ ടീമും അവളെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നു.
ഈ സീനാണ് മൂവിയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത്. ശേഷം പ്രസന്റിൽ വെണ്ണില നേരെ ഡയറക്ടർ രാജേഷിന്റെ ഓഫീസിലേക്ക് പോകുന്നത് കാണിക്കുന്നു. ഈ സമയം വെണ്ണിലെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ശ്രുതി ലിഫ്റ്റിൽ വെച്ച് ഒരു ബട്ടൺ ക്യാമറ വെണ്ണിലയുടെ ഷാളിൽ ഫിക്സ് ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ വെണ്ണില രാജേഷിന്റെ ഓഫീസിനകത്തേക്ക് കയറുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ പേര് നിറവുമല്ല ഞാൻ മാറ്റിയില്ലേ, എന്നിട്ടും എന്തിനാണ് എന്നെ ഈ റോളിൽ നിന്ന് പുറത്താക്കിയെന്ന് ചോദിച്ച് വെണ്ണില രാജേഷിന്റെ അസിസ്റ്റന്റിനോട് ചൂടാകുന്നു. അതിന്റെ പേര് എനിക്ക് എന്തൊക്കെ അലർജി ഉണ്ടായെന്ന് കാണണ്ടേ എന്ന് ചോദിച്ച് വെണ്ണില ഷാള് മാറ്റുമ്പോൾ അതിലുണ്ടായിരുന്ന ക്യാമറയും തെറിച്ച് താഴേക്ക് വീഴുന്നു. വെണ്ണിലയുടെ ബഹളം കേട്ടാണ് രാജേഷ് അവിടേക്ക് വരുന്നത്. രാജേഷിനോട് തനിച്ച് സംസാരിക്കണമെന്ന് വെണ്ണില പറയുമ്പോൾ അവരെ തനിച്ചു വിട്ട് അസിസ്റ്റന്റ് പുറത്തേക്ക് പോകുന്നു. യാതൊരു പ്രതീക്ഷയില്ലാതെ ഡിപ്രഷനിൽ കഴിഞ്ഞ് എന്നെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇപ്പൊ എന്തിനാണ് എന്നെ നായികാവേഷത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് വെണ്ണില രാജേഷിനോട് ചോദിക്കുന്നു. PV സിന്ധുവിന്റെ ജീവിതകഥ ആസ്പദമാക്കി രാജേഷ് ഡയറക്ട് ചെയ്ത പൈലറ്റ് ഫിലിമിൽ വെണ്ണിലയായിരുന്നു നായിക. ആ സിനിമ കണ്ടിഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ മകൾ സനയെ നായികയാക്കി 4 ഭാഷയിൽ സിനിമ എടുക്കണമെന്ന് രാജേഷിനോട് പറയുന്നു. രാജേഷും അതിന് സമ്മതിക്കുന്നു. പക്ഷെ തന്നെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇപ്പൊ മറ്റൊരാളെ നായികയാക്കുന്നത് വെണ്ണിലയ്ക്ക് സഹിക്കാനാകുന്നില്ല. ആ റോളിന് വേണ്ടി വെണ്ണില വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നെങ്കിലും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ രാജേഷ് അവളെ പുറത്താക്കുന്നു. തൊട്ടടുത്ത റൂമിൽ ലുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സനയെ കണ്ടതും വെണ്ണിലയ്ക്ക് വീണ്ടും വിഷമം തോന്നുന്നു. ഈ സമയം വെണ്ണിലയെ തിരിച്ചറിഞ്ഞ സനയാകട്ടെ അവളെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു. നിന്റെ പൈലറ്റ് ഫിലിമിലെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടെന്നും കഴിയുമെങ്കിൽ എനിക്ക് മെത്തേഡ് ആക്ടിങ് പറഞ്ഞു തരുമോ എന്നും സന വെണ്ണിലയോട് ചോദിക്കുന്നു. ഒപ്പം ഇന്ന് വൈകിട്ടത്തെ ലോഞ്ചിങ് പാർട്ടിക്ക് വരണമെന്നും സന വെണ്ണിലയോട് പറയുന്നു. ചെറുതായിട്ടൊന്നും ചിരിക്കുന്നതല്ലാതെ വെണ്ണില മറുപടി പറയുന്നില്ല. വെണ്ണില പുറത്തേക്ക് ഇറങ്ങിയതും ശ്രുതി വീണ്ടും അവളെ ഫോളോ ചെയ്യുന്നു. പക്ഷെ സിഗ്നലിൽ വെച്ച് ശ്രുതിക്ക് വെണ്ണിലയെ മിസ്സാവുന്നു. വെണ്ണിലയുടെ ഫോൺ ഓഫ് ആയിരുന്നതിനാൽ അവളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നില്ല. ധ്രുവ് ഉടനെ അറിവിനെ വിളിച്ച് വെണ്ണിലയുടെ ഫ്ളാറ്റിലേക്ക് പോയി അവൾ അവിടെ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുന്നു. അറിവ് വെണ്ണിലയുടെ ഫ്ളാറ്റിൽ എത്തുന്നെങ്കിലും അവിടെ അവൾ വന്നിട്ടില്ലെന്ന് മനസ്സിലാവുന്നു. വെണ്ണില വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. വൈകുന്നേരത്തോടെ കില്ലർ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നത് കാണിക്കുന്നു. ഈ സമയം തന്നെ വെണ്ണിലയുടെ മൊബൈൽ ഓൺ ആയതിനാൽ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ധ്രുവും കൂട്ടരും അവിടേക്ക് പോകുന്നു. സനയുടെ ലോഞ്ചിങ് പാർട്ടിയിലായിരുന്നു വെണ്ണില ഉണ്ടായിരുന്നത്. വെണ്ണിലയെ നിരീക്ഷിക്കാൻ ധ്രുവ ശ്രുതിയെ ചുമതലപ്പെടുത്തുന്നു. ഈ സമയം വെണ്ണില പാർട്ടിക്ക് വന്നത് ഇഷ്ടപ്പെടാതെ രാജേഷ് തന്റെ അസിസ്റ്റന്റിനെ വിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. വെണ്ണില കണ്ണു തുടച്ച് പുറത്തേക്ക് ഇറങ്ങിയതും ശ്രുതി അവളുടെ പിന്നാലെ പോകുന്നു. അപ്പോഴാണ് ധ്രുവ കാർത്തിക്കിനെ കാണുന്നത്. ഡിപ്രഷൻ എല്ലാം മാറി ഉഷാറായല്ലോ എന്ന് ധ്രുവ ചോദിക്കുമ്പോൾ ജോലി ചെയ്യാതെ പറ്റില്ലല്ലോ എന്ന് കാർത്തിക് തിരിച്ചു ചോദിക്കുന്നു. ശേഷം വെണ്ണില എങ്ങനെയാണ് പരിചയമെന്ന് ധ്രുവ കാർത്തികിനോട് ചോദിക്കുന്നു. ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുമ്പോഴാണ് അവളെ ആദ്യമായിട്ട് കണ്ടതെന്ന് കാർത്തിക് മറുപടി പറയുന്നു. ഇരുണ്ട നിറമാണെങ്കിലും അവളുടെ മുഖസൗന്ദര്യം കണ്ട് ഇഷ്ടം തോന്നി അവൾ അറിയാതെ കാർത്തിക് അവളുടെ ചില ഫോട്ടോസ് എടുക്കുന്നു. കാര്യം മനസ്സിലാകാതെ കാർത്തികിനോട് ദേഷ്യപ്പെട്ട വെണ്ണിലെ അവൻ പറഞ്ഞു മനസ്സിലാക്കുന്നു. ആദ്യമൊന്നും മോഡലിങ്ങിനോട് താല്പര്യമില്ലായിരുന്നെങ്കിലും കാർത്തികിന്റെ നിർബന്ധം കൊണ്ടാണ് അവൾ അതിന് സമ്മതിക്കുന്നത്. ശേഷം മാഗസിനിൽ വന്ന വെണ്ണിലയുടെ കവർ പിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് രാജേഷ് അവളെ തന്നെ പൈലറ്റ് ഫിലിമിന് നായികയാക്കാൻ ക്ഷണിക്കുന്നു. അങ്ങനെയാണ് വെണ്ണില അതിൽ അഭിനയിക്കുന്നത്. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ഡോളർ ചെയിൻ ഗിഫ്റ്റായി കൊടുത്ത് വെണ്ണില കാർത്തികിനെ പ്രൊപ്പോസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നതെന്നും ആ സ്ഥാനത്ത് മാത്രമേ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നും കാർത്തിക് അവളോട് പറയുന്നു. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും വെണ്ണിലയെ അതിന് സമ്മതിക്കുന്നു. അന്ന് വെണ്ണില കാർത്തികിന് ഗിഫ്റ്റ് കൊടുത്ത മാലയാണ് അവൻ പിന്നീട് രമ്യയുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. വെണ്ണിലെ ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കാനാണ് അന്ന് കള്ളം പറഞ്ഞതെന്നും കാർത്തിക് ധ്രുവിനോട് പറയുന്നു. ഇതേ സമയം വെണ്ണില താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് ഒരു ഡെലിവറി ബോയ് ഫുഡ് കൊടുക്കുന്നതും അകത്ത് നിന്ന് ആരോ ഫുഡ് വാങ്ങി പെട്ടെന്ന് തന്നെ കഥ അടയ്ക്കുന്നതും അറിവ് കാണുന്നു. അകത്ത് ആളുണ്ടെന്ന് മനസ്സിലായതും അറിവ് കഥക് തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. പക്ഷെ അപ്പോഴേക്കും 3 പേര് ചേർന്ന് അറിവിന്റെ കഴുത്തിൽ എന്തോ ഇഞ്ചക്ട് ചെയ്ത് അവനെ ഒരു വെള്ളം നിറച്ച് വീപ്പയ്ക്കുള്ളിൽ അടച്ചു വയ്ക്കുന്നു. മറുഭാഗത്ത് ധ്രുവ ശ്രുതിയെ വിളിച്ച് ശാലിനി അടുത്ത് തന്നെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഉണ്ടെന്ന് ശ്രുതി മറുപടി പറയുന്നതും ധ്രുവ കോള് കട്ട് ചെയ്യുന്നു. ശേഷം കാർത്തിക് വീണ്ടും ധ്രുവനോട് സംസാരിക്കുന്നു. ശാലിനി മോഡലിംഗിൽ നല്ല ഭാവിയുള്ള ആളായിരുന്നെന്നും പക്ഷെ അവളിപ്പോ ചെയ്ത ഒരു തെറ്റായ പരസ്യം അവളുടെ കരിയറിനെ ബാധിക്കുമെന്നും കാർത്തിക് ധ്രുവനോട് പറയുന്നു. അതെന്താണെന്ന് ധ്രുവ ചോദിക്കുമ്പോൾ കോസ്മെറ്റിക് ഡോക്ടർ ശാലിനിക്ക് വേണ്ടി വെണ്ണില ചെയ്ത പരസ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് കാർത്തിക് മറുപടി പറയുന്നു. ഇരുണ്ട നിറമുള്ള വെണ്ണിലയുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി രാജേഷാണ് അവളെ ഡോക്ടർ ശാലിനിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. ശാലിനിയുടെ ക്ലിനിക്കിന് വേണ്ടി ബിഫോർ ആൻഡ് ആഫ്റ്റർ കറുത്തതും വെളുത്തതുമായ വെണ്ണിലയുടെ മുഖം വെച്ചുള്ള പരസ്യം വന്നിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് കാർത്തിക് ധ്രുവിനോട് പറയുന്നു. മറുഭാഗത്ത് അറിവ് മരിച്ചെന്ന് കരുതി ഗുണ്ടകളിൽ ഒരാൾ വീപ്പയുടെ മൂടി തുറക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അറിവ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ശേഷം അറിവ് ആ 3 പേരെയും അടിച്ച് താഴെ ഇടുന്നു. ഈ സമയം പരസ്യത്തിലുള്ള വെണ്ണിലയുടെ ഇരുണ്ട നിറമുള്ള പാതി മുഖം കണ്ട ധ്രുവിന് എന്തോ സംശയം തോന്നുന്നു. അവൻ ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെണ്ണിലയുടെ മുഖം മുഴുവൻ ഇരുണ്ട നിറമാക്കുകയും ഹെയർ സ്റ്റൈല് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം സംശയം ഉറപ്പിക്കാനായി തന്റെ കയ്യിലുള്ള സാദിഖിന്റെ ഗ്യാങ്ങിലുള്ളവരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിൽ മേഘ എന്ന പേരിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പെണ്ണും താൻ എഡിറ്റ് ചെയ്ത വെണ്ണിലയുടെ ഫോട്ടോയും ഒന്നാണ്.
ആണെന്ന് ധ്രുവന് മനസ്സിലാവുന്നു. ഈ സമയത്ത് തന്നെയാണ് അർവ് ധ്രുവനെ കോൾ ചെയ്യുന്നത്. വെണ്ണിലയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ അവളുടെ ഫോട്ടോ അർവ് ധ്രുവിന് കാണിച്ചു കൊടുക്കുന്നു. മൂങ്ങ തോളിലിരിക്കുന്ന മേഘയുടെ ഫോട്ടോയായിരുന്നു അത്. ഈ സമയം ധ്രുവ് ഗ്യാലറിയിൽ നിന്ന് പ്രിയയുടെ അവസാനത്തെ വീഡിയോ കോൾ റെക്കോർഡിംഗ് എടുത്തു നോക്കുന്നു. അതിൽ സാദിഖിനൊപ്പം ഇരിക്കുന്ന അവന്റെ കാമുകി മേഘയെ കണ്ടതും ധ്രുവന് കാര്യം മനസ്സിലാവുന്നു. ഈ സമയം പാട്ട് നടക്കുന്നതിന്റെ അടുത്ത് ബീച്ചിലിരിക്കുന്ന മേഘ സനയെ കോൾ ചെയ്ത് ബീച്ചിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. സനയെ കണ്ടതും മേഘ തന്റെ കയ്യിലുള്ള വിഷം നിറച്ച സിറിഞ്ചുമായിട്ട് അവളെ ഇഞ്ചക്ട് ചെയ്യാനായി പോകുന്നു. പക്ഷെ അതിനു മുമ്പേ ധ്രുവ് മേഘയെ വെടിവെച്ച് വീഴ്ത്തുന്നു. കാര്യം അറിയാതെ പകച്ചു നിൽക്കുന്ന ശ്രുതിയോട് വെണ്ണിലയാണ് നമ്മൾ അന്വേഷിച്ചാണെന്ന കില്ലർ എന്ന് ധ്രുവ് പറയുന്നു. പക്ഷെ അവൾ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ധ്രുവിന്റെ മകൾ പ്രിയയെ റാഗ് ചെയ്യുന്ന സമയത്ത് അവളെയും മേഘയും കമ്പയർ ചെയ്ത് സാദിഖ് സംസാരിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വന്തം കാമുകൻ തന്നെ വെളുത്ത നിറമുള്ള ഒരു പെണ്ണിനെ പുകഴ്ത്തുന്നതും കറുത്ത നിറത്തിന്റെ പേരിൽ തന്നെ അപമാനിക്കുന്നതും മേഘയ്ക്ക് സഹിക്കാനാവുന്നില്ല. അതിന്റെ പകയിലാണ് മേഘ സ്വയം തയ്യാറാക്കിയ വിഷക്കൂട്ട് ഉപയോഗിച്ച് പ്രിയയെ കൊലപ്പെടുത്തുന്നത്. ശേഷം സാദിഖിനെയും അതേ രീതിയിൽ തന്നെ മേഘ കൊലപ്പെടുത്തുന്നു. പിന്നീട് ധ്രുവ് അവരുടെ താവളം അന്വേഷിച്ചു വന്നപ്പോ മേഘയുടെ കൂട്ടാളിയാണ് അവനെ വിഷം ഇഞ്ചക്ട് ചെയ്തത്. ശേഷം പോലീസ് എത്തുമ്പോഴേക്കും അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ശേഷം പുതിയൊരു വേഷത്തിൽ ചെന്നൈയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്ത് തന്റെ കൂട്ടാളികളോടൊപ്പം ഡ്രഗിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേഘ കാർത്തിക്കിനെ പരിചയപ്പെടുന്നത്. അതുവരെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിച്ച മേഘയ്ക്ക് കാർത്തിക്കിനോട് പ്രണയം തോന്നുന്നു. പക്ഷെ അവൻ തന്നെ റിജക്ട് ചെയ്ത് വെളുത്ത നിറമുള്ള രമ്യയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിന് കാരണം തങ്ങളുടെ നിറവ്യത്യാസമാണെന്ന് മേഘ കരുതുന്നു. അതിന്റെ പകയിലാണ് അവളെ രമ്യയെ കൊല്ലുന്നത്. പിന്നീട് തന്റെ അനുവാദം ചോദിക്കാതെ തന്റെ ഫോട്ടോ ഉപയോഗിച്ച് പരസ്യം ചെയ്തതിന് വെണ്ണില ശാലിനിയോട് ചൂടാകുന്നു. പക്ഷെ മറുപടിയായി നിറത്തിന്റെ പേരിൽ ശാലിനി മേഘയെ ഒരുപാട് കളിയാക്കുന്നു. അതിന്റെ പേരിലാണ് അവൾ ശാലിനിയെ ഇല്ലാതാക്കുന്നത്. ശേഷം നായികാവേഷം തനിക്ക് തരാത്തതിനെ കുറിച്ച് രാജേഷിനോട് സംസാരിക്കുമ്പോൾ അവന് നിറം കുറഞ്ഞതിന്റെ പേരിലാണ് അവളെ അപമാനിക്കുന്നത്. ഇത്തവണയും സനയുടെ വെളുത്ത നിറമാണ് തന്നെ തോൽപ്പിച്ചതെന്ന് കരുതിയാണ് അവളെ ഇല്ലാതാക്കാൻ മേഘ ശ്രമിക്കുന്നത്. നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളാണ് മേഘയെ ഒരു കൊലപാതകയാക്കിയതെന്ന് ധ്രുവ് ശ്രുതിയോട് പറയുന്നു. ശേഷം ധ്രുവിന്റെ നേതൃത്വത്തിൽ മേഘയുടെ ഫ്ളാറ്റിൽ നിന്ന് അവർ വിൽപ്പന നടത്താതിരുന്ന മുഴുവൻ ഡ്രഗ്സും പോലീസ് പിടികൂടുന്നു. ഒപ്പം പോലീസിനെ സഹായിച്ചതിന് ആഭ്യന്തര വകുപ്പ് അറിവിനെ അനുമോദിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു സീനോട് കൂടിയാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.